ഇപ്പൊ ദേവത വന്ന് അടുത്തിരുന്നല്ലോ, ഇനി പൂജ ചെയ്താൽ മാത്രം മതി. എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇപ്പോഴും നിങ്ങൾക്ക് എന്റെ മേൽ സംശയമാണല്ലേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാതെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ എനിക്ക് സേഫ് ആവാമായിരുന്നു. ഞാൻ എന്തിനാ ഇതൊക്കെ നിങ്ങളെ കാണിച്ചതെന്ന് മനസ്സിലായോ? മോലാളി പാമ്പ് പാമ്പ്! അയ്യോ, ഇവിടെ ഒരു പാമ്പ്! മോലാളി പാമ്പ്! മോലാളി ഓടിവാ, പാമ്പ്! നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കും, ഞാൻ പോയി നോക്കി. അതിനെ തല്ലുകൊല്ലം പറ, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പം. ഏയ് ചുമ്മാ ഇരടാ, വെറുതെ. അവിടുന്ന് ഇവിടെ ആർക്കും ഒരു ആപത്തും ഉണ്ടാക്കരുത്. ദയവ് ചെയ്ത് പോകൂ. കണ്ടില്ലേടാ, ഒരു ചെറിയ പാമ്പിനെ കണ്ടപ്പോഴേക്കും ഇത്രയും പേടിക്കേണ്ട അവസ്ഥയായി പോയില്ലേ നമുക്ക്? പിന്നെ പേടിക്കാതെ, ഒരു പേടിയില്ലാതെ തന്നെ പാമ്പിനെ തല്ലിക്കൊല്ലുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഡാ, ആ പാമ്പ് നമ്മുടെ സാംബശിവനെ ഈ ഗതിയിലാക്കിയെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ ഗതി എന്താകും? നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് പാമ്പ് വരുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ച കാര്യമല്ല. അതുകൊണ്ടാ പറഞ്ഞത് സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന്. ഗുരുക്കളെന്തോ പുതിയ മാർഗം ആലോചിക്കുന്നുണ്ട്. നാഗരാജനെ കൊന്ന് നാഗമാണിക്യം കൈക്കലാക്കി വരാം നമ്മള്. ഇതൊക്കെ കണ്ട് നമ്മൾ പേടിക്കോ? ആലോചിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അല്ല, ഗുരുവിന്റെ വാക്കും കേട്ട് നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ, ഇതിനിടയിൽ പാമ്പ് കയറി നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? അതുവരെ നമ്മളെല്ലാം ഇങ്ങനെ പേടിച്ച് ജീവിക്കണോ? നിന്റെ ദേഹത്തൊന്ന് പ്രാണൻ പോകാതെ നീ ജീവനോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാത്തിരുന്നേ പറ്റും. മനസ്സിനെ ഭയം കീഴടക്കിയ പിന്നെ ചത്ത് ജീവിക്കുന്നത് പോലെ. നിങ്ങൾ പേടിക്കാതിരിക്കേ, ഗുരുക്കൾ നമ്മളെ കൈവിടില്ല. ഞാൻ അദ്ദേഹത്തോട് അത്രയ്ക്ക് ചോദിച്ചതാ. അദ്ദേഹത്തിന്റെ സംരക്ഷണം എന്തായാലും നമുക്കുണ്ടാവും. ഇനിയും ഏതെങ്കിലും പാമ്പ് ഇവിടേക്ക് വരികയാണെങ്കിൽ അതാദ്യം എന്നെ ഇല്ലാതാക്കിയിട്ടേ നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തേക്ക് വരും. ഈ ദിഗ്വിജയന് ജീവനുള്ളിടത്തോളം കാലം ആർക്കും ഒരാപത്തും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്റെ വാക്കാ. ചേച്ചി, ഇത് എവിടെയാ? ഇവിടെ ഉണ്ടടാ. ഓ, കിച്ചണിലായിരുന്നോ? ഞാനിവിടെ മോഡലാ, ഇങ്ങോട്ട് വാ. അവിടെയായിരുന്നോ? ഇവിടെ എന്തെടുക്ക? ചേച്ചി, ഒരു കാര്യം അറിഞ്ഞോ? ചേച്ചിയോട് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നതെന്ന്. ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് ഈ വാർത്തയൊന്ന് വായിക്കായിരുന്നു, അതിനിടയ്ക്ക് അവൻ വന്നത്. ഇതൊക്കെ എന്ത് വാർത്ത? ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്, വേണേ കേട്ടോ. ദേ നോക്ക്, നിനക്ക് ഇഷ്ടമില്ലാത്ത ആരുടെയെങ്കിലും കുറ്റം പറയാൻ വേണ്ടിട്ട് ഈ വരവെന്നുണ്ടെങ്കിൽ അതെന്നോട് വേണ്ട. എന്നെ വിശ്വാസമില്ലേ? ഗോവിന്ദൻ എന്ന വിശ്വാസം, വിശ്വാസം എന്ന ഗോവിന്ദൻ. കേക്ക് ചേച്ചി, ഞാൻ നമ്മുടെ സൈറ്റിലൊന്ന് പോയി. അവിടെ അങ്ങനെ നിക്കായിരുന്നേ, എന്റെ മുന്നിൽ കൂടെ ഒരു ബൈക്ക് ചീറി പാഞ്ഞങ്ങ് പോയി. ഇതാരാടാ പോണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിയപ്പോഴേ തൃശ്ശൂല്. ചേച്ചി, അവൻ മാത്രമല്ലായിരുന്നു, പുറകിലത്തെ സീറ്റിലെ ഒരു പെൺകുട്ടി. പെൺകുട്ടിയെ കാര്യം മനസ്സിലായാ? അങ്ങനെയാണോ? ഏതാ പെൺകുട്ടി? എങ്ങനെയുണ്ടായിരുന്നു? നീ മുഖം കണ്ടോടാ? ഇല്ല ചേച്ചി, ഈ റേസിംഗ് ബൈക്കുകൾ പോകൂലേ, അത്ര സ്പീഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുഖം കാണാൻ പറ്റില്ല. മുഖം കണ്ടില്ലെങ്കിലും ആള് തരക്കേടില്ല. ശരി ശരി, വിട്ടേക്ക്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, അവൻ ഒരു ദിവസം വീട്ടിലേക്ക് വന്നിട്ടേ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടതെന്ന് ചോദിച്ചില്ലേ? എനിക്ക് അവന് അന്നോട്ടേ സംശയം ഉണ്ടായിരുന്നു, ഇവൻ ആരുടെയോ കുരുക്കി പെട്ടുവെന്ന്. കറക്റ്റ് സമയത്ത് പെണ്ണ് കടിച്ചില്ലെങ്കിലേ ഇതിലും വലുത് വരെ സംഭവിക്കും. അല്ലേ ചേച്ചി, വെറും ഒരു ഡ്രൈവറുടെ മോൻ ഇങ്ങനെയൊക്കെ ഷോ കാണിക്കുന്നത് ശരിയാണാ? പെൺകുട്ടി
ഒരു പെൺകുട്ടിയെ കൊണ്ട് കറങ്ങുകയാണെന്നേ. നീ അത് വിട്, അവനായി അവന്റെ പാടായി. അതെങ്ങനെ വിടാൻ പറ്റും? എന്തായാലും അവനോട് ചോദിച്ചാൽ മതിയാവും. ആ പെണ്ണ് ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ അറിയണ്ടേ? എന്താ എന്തോ കണ്ടുപിടിക്കാൻ പോകുന്ന പറയുന്നുണ്ടല്ലോ. അത് വേറൊന്നില്ല മോനെ, ഇവിടെ ഞങ്ങൾ ചുമ്മാ സംസാരിക്കായിരുന്നു. അതെ മോനെ, നിന്റെ ഫ്രണ്ട് തൃശ്ശൂരില്ലേ, അവൻ ബൈക്കിലേതോ പെൺകുട്ടിയുമായി പോകുന്നത് ഇവൻ കണ്ടുവന്ന്. അതാ ഇത്ര വലിയ കാര്യത്തോടെ എന്നോട് വന്നി പറയുന്നത്. ഓ, അതേതാ അങ്ങനെ ഒരു പെൺകുട്ടി? ഇവരൊക്കെ അറിഞ്ഞ പിന്നെ അത് ഭയങ്കര റിസ്കാ. ഇതൊക്കെ നോക്കി ചെയ്യണ്ടേ? മണ്ടൻ, ഒരു ശ്രദ്ധയില്ല. അമ്മ, എന്താ അമ്മ ഇത്? അവനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. ഞാനല്ല അവനോട് എന്റെ ഫ്രണ്ടിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത്. അങ്കിളെ, അവനെ അങ്ങനെ കണ്ടു എന്ന് വെച്ച് അതൊക്കെ ഇവിടെ വന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യോ, അങ്ങനെയായിരുന്നോ? ഞാൻ വേറെന്തൊക്കെ വിചാരിച്ചു. അത് പോട്ടെ, എവിടെ വെച്ചാണ് കണ്ടേ? അത് പിന്നെ മോനെ, നമ്മുടെ ആ വാട്ടർ ടാങ്കിനടുത്തുള്ള സൈറ്റില്ലേ, അവിടെ. ഇത് തൃശ്ശൂരിനോട് കൂടി ഒന്ന് പറയണം. ഞാൻ ഈ പറഞ്ഞ കള്ള അവനോട് വരുമ്പോൾ അത് മാനേജ് ചെയ്യണമല്ലോ. ഇല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും. എന്തായാലും അവനെ പെട്ടെന്നൊന്ന് കാണണം. ഓക്കെ, യു ഗെസ് ക്യാരി ഓൺ. എന്താ ഇത്? എന്നെ എന്തിനാ ഈ കാട്ടിലേക്ക് കൊണ്ടുവന്നേ? കാര്യം എന്താന്ന് പറ. പിന്നെ സംശയമാണോ? അല്ല, നല്ല ഉദ്ദേശത്തോടെ ഇവിടെ ഒരു കാര്യം പോലും ചെയ്യാൻ പാടില്ലേ? എല്ലാത്തിലും നിങ്ങൾക്ക് സംശയമാണല്ലോ. നല്ല ഉദ്ദേശത്തിലാണ് കൊണ്ടുവന്നതെങ്കിൽ കൊള്ളാം. പക്ഷെ അത് എന്താണെന്നുള്ളത് എന്നോട് കൂടെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കില്ലേ? നിന്നോടൊന്നും ചോദിക്കാതെ ഞാൻ ഇതുവരെ വന്നു. ഇനിയെങ്കിലും കാര്യം എന്താണെന്ന് നിനക്ക് പറഞ്ഞൂടെ? നിന്നെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ഞാൻ നിന്റെ കൂടെ വന്നത്. അതുപോലും മനസ്സിലായില്ല. വരൂ, പോയി കാണും. വരൂ മാഡം. എടോ മനോഹര, നല്ല സ്ട്രോങ് ആയിട്ടൊരു കപ്പ് കോഫി കൊണ്ടുവാ. ദാ കൊണ്ടുവരുന്ന മുതലാളി. ഏയ്, എത്ര നേരം വേണം ഒരു കപ്പ് കോഫിക്ക്? ദാ ഇപ്പൊ കൊണ്ടുവരാം. എടാ മനു, നീ ഇട്ട കോഫി നന്നായിട്ടുണ്ടോന്ന് നീ ആദ്യം നോക്ക്, ഇല്ലെങ്കിൽ അതിനായിരിക്കും ചീത്ത കേൾക്കുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ? നന്നായിട്ടുണ്ട്. മുതലാളി കോഫി. നീ എന്താ ചെയ്തേ? എന്താ നീ ചെയ്തേന്ന്? ഒരു കാര്യം ചെയ്, അതിന് ബാക്കിയുള്ള കോഫി കൊണ്ട് കുടിക്കടാ. എനിക്ക് നീ കുടിച്ചതിന്റെ ബാലൻസ് കൊണ്ട് തരുന്ന അത്രയ്ക്ക് ധൈര്യം നിനക്ക്? എന്താണ് നീ വിചാരിച്ചേ? ഞാൻ നിന്റെ എച്ചില് കുടിക്കണമെന്നാണ് നീ പറയുന്നത്? ത്രിവിക്രമോടെ ഞാൻ. എന്താണ് നിന്റെയൊക്കെ വിചാരം? എന്താണ് നീ വിചാരിച്ചേ? ബാക്കി ഞാൻ കുടിക്കണം. കോഫി ചോദിച്ചാൽ നീ കുടിച്ചിട്ട് ബാക്കി തരുമല്ലേ?
മോനെ വിടാ. നിനക്കെന്നെ അറിയില്ല. അടിക്കല്ലേ മുതലാളി, അടിക്കല്ലേ. ക്ഷമിക്കാൻ മുതലാളി. നീ എന്റെ കൺമുമ്പിൽ വന്നാ നീ ഇവനെ ജീവിച്ചിരിക്കടാ. എടാ നീ ദേഷ്യപ്പെടല്ല, സമാധാനം ഇനി ഇവനെ എന്നെ കൺമുമ്പിൽ കാണാൻ പാടില്ല. എന്താന്ന് വെച്ചാ കൊടുത്തു വിട്. എടാ ഒരു അരമണിക്കൂറോട് ഞാൻ അവനെ പറഞ്ഞു വിട്ടേക്കാം. നീ ഒന്ന് കൂളാവ്. നീ നടന്നേ. എന്താ മോനെ, നിനക്ക് എന്താ എന്ന് ഇത്ര ദേഷ്യം? അത് നല്ലതല്ല മോനെ. അവൻ എന്തോ അറിയാതെ അമ്മ അവനത് അറിയാതെ ചെയ്തൊന്നുമല്ല, അവന്റെയൊക്കെ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതൊക്കെ. ഇവനൊക്കെ വിശ്വസിച്ചല്ലേ നമ്മളോട് നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ എനിക്ക് കണ്ണെടുത്ത കണ്ടൂടാ. അവൻ എന്റെ കൈ കിട്ടി എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. അതിൽ ആരെന്ത് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. മോനെ എന്തൊരു സ്വപ്നമാണിത്. എന്നെ പാമ്പ് കടിച്ചു. അയ്യോ ഈശ്വരാ, എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം? എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആദ്യമായിട്ട്. എന്താ ഈ സ്വപ്നത്തിന്റെ അർത്ഥം? അയ്യോ, വരും മേഡം, ഇതാണ് നാഗവനം. ഇവിടെ ഒരു പുറ്റുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ എന്റെ അമ്മ ഇവിടെ കൊണ്ടുവരാറുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഭക്തിയോടെ പ്രാർത്ഥിച്ച് പാലഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന പറയുന്നു. അത് മാഡത്തിന്റെ ഇപ്പോഴത്തെ അസുഖം ഒന്ന് മാറാൻ വേണ്ടിയാ. മാഡം അതൊന്ന് ചെയ്യണം. നോക്ക്, അതാണ് പുറ്റ്. പാമ്പ് നിക്ക്, നമ്മള് വന്നതേ നാഗപൂജ ചെയ്യാനല്ലേ. പിന്നെന്തിനാ നാഗത്തെ കണ്ട് പേടിക്കുന്ന? പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്, കണ്ണടച്ച് പ്രാർത്ഥിച്ചാ മതി. അല്ല, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോ മാഡം ഞാൻ ഓടിപ്പോവോ? ഇല്ല, ഞാൻ എവിടെയും പോവില്ല. ധൈര്യമായിട്ടിരിക്കും, പേടിക്കേണ്ട ആവശ്യമില്ല. ഇവനെന്തിനാ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? വേറൊരു സ്ഥലവും കിട്ടിയില്ലേ? എന്റെ ആളുകൾ ഉള്ളിടത്താണ് ഞാനുള്ളത്. പുറ്റിലുള്ളവരെല്ലാം എന്റെ കുലത്തിലുള്ളവരാണ്. ഞാനിപ്പോ അവരെ തൊഴുതാൽ
മാഡം മാഡം കണ്ണൂർക്ക് മാഡം. നമുക്ക് ചുറ്റും കുറെ പാമ്പുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഒന്നിനെയും കാണുന്നില്ല. ഓ, നമ്മള് കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോ എല്ലാം പുറ്റിലേക്ക് തിരിച്ചു പോയി കാണും. അല്ല, ഇതെന്തൊരു അത്ഭുതമാണ് മാഡം. ഞാനിവിടെ പലതവണ വന്നിട്ടുണ്ടെന്നേ, പക്ഷെ അപ്പോഴൊന്നും ഞാനിവിടെ ഒരു പാമ്പിനെ കണ്ടിട്ടില്ല. ഇതെന്താ കാര്യം? അപ്പൊ പറയുന്നത് ഞാനിവിടെ വന്നോണ്ടാണ് ഈ നാഗങ്ങളൊക്കെ വന്നതെന്നാണോ? ചിലപ്പോ അതായിരിക്കും. എന്തെങ്കിലും കാരണം കാണും. അത് വിട് മാഡം. നിങ്ങളുടെ ആരോഗ്യമാണ് എനിക്കിപ്പോ ഏറ്റവും പ്രധാനം. മാഡം എന്തായാലും പ്രാർത്ഥിച്ചോളൂ. മാഡം, ഒന്നുകൊണ്ട് സങ്കടപ്പെടരുത്. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിങ്ങളുടെ കൂടെ കാണും. നിങ്ങളുടെ അസുഖം ഒന്ന് പെട്ടെന്ന് മാറി കിട്ടണമെന്നേ എനിക്കുള്ളൂ. പോയാലോ? ആ, അറിയോ മാഡം, മാഡത്തിന്റെ കൂടെ ഇങ്ങനെ ഒരു റൈഡിന് വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തോ ഒരു റിലാക്സേഷൻ, വല്ലാത്തൊരു സന്തോഷം. മാഡത്തിനും അങ്ങനെ തോന്നുന്നില്ലേ? നിങ്ങൾ എപ്പോ സംസാരിക്കും, എപ്പോ സൈലന്റ് ആവും എന്നങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മാഡം, ഈ ലൈസൻസ് എവിടെ നിന്ന് എടുക്കണ്ടേ? എന്ത് ലൈസൻസ്? നിങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞതാ. അയ്യോ, സൂര്യാസ്തമയമായല്ലോ. എന്റെ രൂപം മാറുമല്ലോ. ഇനി എന്താ ചെയ്യാ? എന്ത് ചെയ്യും?